മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेला निर्मितधूम्रलोचनवती हे चण्डमुण्डार्तिनी निःशेषीकृतरक्तबीजदनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശൂരിതം ദുർഗേ നമസ്തേംബികേ. ദേവിയുടെ ദിവ്യമാഹാത്മ്യത്തിൽ ആ സുംഭനിസുംഭന്മാരെ വസിച്ചതിന് ശേഷം ദേവി അനുഗ്രഹാശിസ്സുകൾ പറയണതായിട്ടുള്ള ഭാഗമാണ് വരണത്. മമ പ്രസാദാത് സിംഹാദ്യാഹ ദസ്യവോ വൈരിണസ്തഥാ ദൂരാദേവ പലായന്തേ സ്മരതശ്ചരിതം മമ. അതായത് എൻ്റെ കീർത്തനങ്ങൾ അത് സ്മരിക്കുക ഒക്കെ ചെയ്താൽ എല്ലാ പാപങ്ങളും നശിക്കും, എല്ലാ സൗഖ്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് പലതരത്തിലായിട്ട് പറഞ്ഞു. അതന്നെ ആവർത്തിക്കുകയാണ്. മമ പ്രസാദാത്, എൻ്റെ പ്രസാദം ഹേതുവായിട്ട് സിംഹാദ്യാഹ, സിംഹം തുടങ്ങിയതായിട്ടുള്ള വന്യമൃഗങ്ങൾ, ദസ്യവഹ പിടിച്ചുപറിക്കാര് കള്ളന്മാർ, വൈരിണസ്തഥാ തഥാ അപ്രകാരം തന്നെ ശത്രുക്കൾ, അവരൊക്കെ തന്നെ സിംഹങ്ങളായിട്ടുള്ള വന്യമൃഗങ്ങളായാലും പിടിച്ചുപറിക്കാരായാലും ശത്രുക്കളായാലും എല്ലാവരും തന്നെ മമ ചരിതം സ്മരതഃ, എൻ്റെ ചരിത്രം സ്മരിക്കുന്നവരുടെ, അതായത് എൻ്റെ എൻ്റെ ചെയ്തികൾ ആരൊക്കെ സ്മരിക്കുന്നുണ്ടോ അവരുടെ ശത്രുക്കളും അവർ നേരിട്ട് വരുന്നതായിട്ടുള്ള സിംഹാദികളായിട്ടുള്ള മൃഗങ്ങളും എല്ലാം തന്നെ ദൂരാദേവ പലായന്തേ, ദൂരത്ത് എത്തുമ്പോൾ തന്നെ ഓടിപ്പോണു എന്നാണ്. എൻ്റെ സ്മരണ ഉണ്ടായി കഴിഞ്ഞാൽ ആരും അടുക്കില്ല, എല്ലാവരും ഓടിപ്പോവും എന്നാണ്. ഋഷിരുവാച, അപ്പം അത്രയും ദേവി പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മഹർഷി സുരഥരാജാവിനോട് പറയുകയാണ്. ഇനി ആ കഥകളൊക്കെ പറഞ്ഞതിന് ശേഷം സുരഥരാജാവിനോട് പറയണു. ഇത്യുക്ത്വാ സാ ഭഗവതി ചണ്ഡികാ ചണ്ഡവിക്രമ പശ്യതം സർവദേവാനം തത്രൈവാന്തരധീയത. ഇത്യുക്ത്വാ, ഇപ്രകാരം പറഞ്ഞിട്ട്, അതായത് ദേവി ദേവന്മാരെയൊക്കെ സമാധാനിപ്പിച്ചതിന് ശേഷം, ഇത്യുക്ത്വാ സാ ഭഗവതി, ആ ദേവി അംബിക, ചണ്ഡിക ചണ്ഡവിക്രമ, ചണ്ഡമായ വിക്രമത്തോടു കൂടിയ, ഭയങ്കരമായ അത്യധികമായ വിക്രമത്തോടു കൂടിയ ആ ചണ്ഡിക അംബിക, പശ്യതാം സർവദേവാനാം, എല്ലാ ദേവന്മാരും നോക്കിക്കൊണ്ട് നിൽക്കെ തന്നെ, സർവദേവാനാം പശ്യതാം, എല്ലാ ദേവന്മാരും നോക്കി നിൽക്കേ, തത്രൈവ അന്തരധീയത, തത്രൈവ തത്ര ഏവ, അവിടെ തന്നെ അന്തരധീയത മറഞ്ഞു, ദേവി അവിടെ തന്നെ മറഞ്ഞു എന്നാണ്. ഇനിയും തേപി ദേവാ നിരാതങ്കാ സ്വാധികാരൻ യഥാ പുരാ യജ്ഞഭാഗഭുജ സർവേ ചക്രുർവിനിഹതാരയഃ. തേ അപി ദേവാഹ, ആ ദേവന്മാരും നിരാതങ്കാഹ, ആതങ്കം എല്ലാം ഇല്ലാത്തവരായി, ആതങ്കം എന്ന് വെച്ചാൽ കഷ്ടപ്പാടുകൾ, ഉപദ്രവങ്ങൾ, അത് എല്ലാം നശിച്ചവരായി. അവർക്ക് പിന്നെ സഹോദരന്മാരെ കുറിച്ചുള്ളതായിട്ടുള്ള ഭയമൊന്നുമില്ല, ആതങ്കം എല്ലാം ഇല്ലാത്തവരായി, നശിച്ചവരായി. നിരാതങ്കാഹ സ്വാധികാരാൻ യഥാപുര, യഥാപുര പണ്ടത്തെ പോലെ തന്നെ, സ്വാധികാരാൻ തങ്ങളുടെ അധികാര സ്ഥാനങ്ങളെ, ഓരോരുത്തർക്കും ഓരോ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ മുൻപ് തന്നെ, അതൊക്കെ ഇല്ലാണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ അവർക്ക് തിരിച്ചു കിട്ടി. സ്വാധികാരാൻ എല്ലാ തങ്ങളുടെ എല്ലാ അധികാരങ്ങളെയും യജ്ഞഭാഗഭുജ, ആ യജ്ഞഭാഗങ്ങളെയെല്ലാം ഭക്ഷിച്ചുകൊണ്ട്, അതായത് ദേവന്മാർക്ക് ആ യജ്ഞത്തിൻ്റെ ഭാഗങ്ങൾക്ക് മുമ്പ് കിട്ടിയിരുന്നതൊക്കെ കിട്ടാണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ തിരിച്ച് കിട്ടിത്തുടങ്ങി എന്നാണ്. യജ്ഞഭാഗഭുജ, യജ്ഞത്തിൻ്റെ ഭാഗങ്ങളെയെല്ലാം ഭുജിക്കുന്നവരായിട്ട് സർവേ, എല്ലാ ദേവന്മാരും ചക്രുഹു വിനിഹിതാരയ, വിനിഹതാരയ, വിനിഹതന്മാരായ അരികളോടുകൂടി, ശത്രുക്കളെല്ലാം വധിക്കപ്പെട്ടവരായി, വിനിഹതന്മാരായ അരികളോടുകൂടിയവരായി, ഹനിക്കപ്പെട്ട ശത്രുക്കളോട് കൂടിയവരായി. ചക്രുഹു വർത്തിച്ചു, ചക്രുഹു എന്ന് വെച്ചാൽ ചെയ്തു എന്നാണ് ശരിക്കും അർത്ഥം. വിനിഹതാരയ ചക്രുഹു എന്ന് പറഞ്ഞാൽ വിനിഹതാരികളായിട്ട് തീർന്നു, ശത്രുക്കളെല്ലാം നശിച്ച് അവർക്ക് യാഗഭാഗങ്ങളൊക്കെ കിട്ടാറായി, അവരവരുടെ അധികാരങ്ങളൊക്കെ തിരിച്ചു കിട്ടി, അങ്ങനെ അവർ സുഖമായിട്ട് വർത്തിച്ചു എന്നുള്ളതാണ്.
ദേവ്യാ ച ദൈത്യേ നിഹതേ സുംഭേ ദേവരിപൗ യുധി ജഗദ്വിധ്വംസകേ തസ്മിൻ മഹോഗ്രേ തുലവിക്രമേ നിസുംഭേ ച മഹാവീര്യേ ശേഷാ പാതാളമായയു. ദേവ്യാ ച ദേവിയാൽ നിഹതേ ദൈത്യേ സുംഭേ ദൈത്യനായ ആ സുംഭൻ വധിക്കപ്പെട്ടപ്പോൾ, ദേവ്യാ ദൈത്യേ സുംഭേ നിഹതേ ആ ദേവിയാൽ ദൈത്യനായിട്ടുള്ള സുംഭൻ വധിക്കപ്പെട്ടപ്പോൾ. ആരാണ്, എങ്ങനെയുള്ളതാണ് ദൈത്യൻ എന്ന് ചോദിച്ചാൽ ദേവരിപൗ ദേവന്മാരുടെ ശത്രുക്കളായ ആ സുംഭനും സുംഭൻ യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോൾ. ജഗത് വിധ്വംസകേ ജഗത്തിനെ മുഴുവൻ വിധ്വംസിക്കുന്നതായിട്ടുള്ള നശിപ്പിക്കുന്നതായിട്ടുള്ള ജഗത്തിനെ മുഴുവൻ വിധ്വംസനം ചെയ്യുന്നതായിട്ടുള്ള നശിപ്പിക്കുന്നതായിട്ടുള്ള ആ സുംഭൻ യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോൾ. പിന്നെ തസ്മിൻ മഹോഗ്രേ അതുലവിക്രമേ സുംഭേ ആ അതുലവിക്രമനായ തുല്യമായ തുല്യതയില്ലാത്ത വിക്രമത്തോടുകൂടിയ മഹോഗ്രേ അത്യധികം ഉഗ്രനായ വിസുംഭനും മഹാവീര്യത്തോടു കൂടിയതായ ആ വിസുംഭനും വധിക്കപ്പെട്ടപ്പോൾ രണ്ടുപേരെയും വധിച്ചു. അപ്പോൾ ശേഷാഹ ബാക്കിയുള്ളവര് പാതാളം ആയയുഹു പാതാളത്തിലേക്ക് പോയി. ബാക്കിയുള്ളതായിട്ടുള്ള അസുരന്മാരൊക്കെ പാതാളത്തിലേക്ക് പോയി. ഏവം ഭഗവതി ദുർഗാ സാ നിത്യാപി പുനഃ സംഭൂയ ഗുരുതേ ഭൂപ ജഗത പരിപാലനം. അല്ലയോ രാജാവേ, ഭൂപ രാജാവേ എന്ന് വിളിക്കുകയാണ്. ഏവം ഇപ്രകാരം ഭഗവതി ദുർഗ ആ ഭഗവതിയായ ദുർഗാദേവി സാ ആ ദേവി നിത്യയാണ്. അതായത് നിത്യയായിട്ടുള്ള ഭഗവതി എങ്ങനെയാണ് വീണ്ടും വീണ്ടും അവതരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ ആ ദേവി നിത്യയാണ്, അതായത് ജനനവും മരണവും ഒന്നും ഇല്ല ദേവിക്ക്. എങ്കിലും നിത്യയാണെങ്കിലും പുനഃ വീണ്ടും സംഭൂയ ഗുരുതേ ഭൂപ സംഭൂയ ഉണ്ടായിട്ട്, അതായത് ഓരോരോ അവതാരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഗുരുതേ ഭൂപ ചെയ്യുന്നു. അല്ലയോ രാജാവേ, ആ ദേവി വീണ്ടും രൂപങ്ങൾ എടുത്തുകൊണ്ട് ജഗത പരിപാലനം ഗുരുതേ ജഗത്തിന്റെ പരിപാലനത്തെ ചെയ്യുന്നു, ജഗത്തിനെ സംരക്ഷിക്കുന്നു എന്ന്. അപ്പം അങ്ങനെയാണ് ജനനം ഇല്ലെങ്കിലും ദേവി ഓരോരോ അവതാരം സ്വീകരിച്ച് ഓരോരോ വേഷം ധരിച്ച് ഈ ലോകത്ത് വന്ന് ജഗത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നുണ്ട് ആവശ്യം വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.